നെക്സ്റ്റ് ഈസ് പോളറൈസേഷൻ ഓഫ് ലൈറ്റ്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടുന്ന് ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഞാനിവിടെ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കട്ടെ. ഇപ്പോൾ ലൈറ്റിൻ്റെ പ്രൊപ്പഗേഷൻ എലോങ് സെഡ് ആക്സിസ് ആണെന്ന് വിചാരിക്കുക. ഇത് തൽക്കാലത്തേക്ക് എക്സ് ആക്സിസ് ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ലൈറ്റിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ലൈറ്റ് ടുവേഡ്സ് പോസിറ്റീവ് സെഡ് ആക്സിസ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാത്തിലെല്ലാം ഒരു ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ശരിയല്ലേ? നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പ്രസൻ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇലക്ട്രിക് ഫീൽഡേ കാണിച്ചിട്ടുള്ളൂ. ഇതിന് പെർപെൻഡിക്കുലറായിട്ട് മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അത് ഞാനിവിടെ കാണിച്ചിട്ടില്ല. അതുണ്ട്. ഓക്കെ, അതുണ്ട്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എവ്രി പോയിൻ്റ് ഓൺ ദ പാത്ത്. ഇവിടെയുള്ള ഓരോ പാത്തിലും ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് വേരിയിങ് എലോങ് എക്സ് ആക്സിസ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്ലേ, ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഈ പോയിന്റിൽ ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടില്ലേ, ഇതേപോലെ കിടന്ന് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കണ്ടില്ലേ? ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാപ്പനിങ് ഓൺ എക്സ് ആക്സിസ്, എലോങ് എക്സ് ആക്സിസ് അല്ലേ. നോർമലി ലൈറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഒരു സിംഗിൾ ആക്സിസിൽ തന്നെ ഓസിലേറ്റ് ചെയ്യണമെന്നില്ല, അത് വേറെ ആക്സിസിലൊക്കെ വരാം. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇപ്പോൾ ഇവിടെ എക്സ് ആക്സിസിലല്ലേ, അങ്ങനെ തന്നെ ഓസിലേറ്റ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ നിലവിൽ ഇതിപ്പോൾ ഇങ്ങനെയാണ് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ്. അത് വേറെ ആക്സിസിൽ റൊട്ടേറ്റായിട്ട് ഇതുപോലെയൊക്കെ വരാം. അതല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഇങ്ങനെയാണ് ഓസിലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആയിരിക്കും നമ്മളെ വേവ് വരാം. ഞാനതെല്ലാം വരച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, ലൈറ്റ് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഓരോ പോയിന്റിലും ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു സിംഗിൾ ആക്സിസിൽ തന്നെ ആവണമെന്നില്ല. അതായത് എക്സ് ആക്സിസ് തന്നെ ആവണമെന്നില്ല, കുറച്ച് ഇതുപോലെ ചെരിഞ്ഞിട്ടൊക്കെ വരാം. കണ്ടില്ലേ? ഇതേപോലെ ഇലക്ട്രിക് ഫീൽഡ് ഓസിലേറ്റ് ചെയ്യാം. പല പല പ്ലെയിൻസിൽ ഇലക്ട്രിക് ഫീൽഡ് ഓസിലേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു സിംഗിൾ പ്ലെയിനിലല്ല. ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഓസിലേറ്റിംഗ് എലോങ് എക്സ് സെഡ് പ്ലെയിൻ അല്ലേ. എക്സ് സെഡ് പ്ലെയിനിലാണ് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു സിംഗിൾ പ്ലെയിനിൽ തന്നെ ആവണമെന്നില്ല, ഇതേപോലെ ഡിഫറെൻറ്റ് പ്ലെയിൻസിൽ വരാം. അങ്ങനെ ഡിഫറെൻറ്റ് പ്ലെയിൻസിൽ ഓസിലേറ്റ് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ലൈറ്റിന് നമ്മൾ പറയുന്ന പേരാണ് അൺപോളറൈസ്ഡ് ലൈറ്റ്. അൺപോളറൈസ്ഡ് ലൈറ്റ്. അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഓസിലേറ്റിംഗ് ഓൺ ഡിഫറെൻറ്റ് പ്ലെയിൻസ്. ഒരു സിംഗിൾ പ്ലെയിനിൽ, ഉദാഹരണത്തിന് ഈ എക്സ് സെഡ് പ്ലെയിനിൽ മാത്രം ഓസിലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയും. ക്ലിയർ ആയല്ലോ? ഡിഫറൻസ് മനസ്സിലായല്ലോ? പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ പ്ലെയിനിൽ ഇലക്ട്രിക് ഫീൽഡ് ഓസിലേറ്റ് ചെയ്യും. അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഓർ മാഗ്നറ്റിക് ഫീൽഡ് ഓസിലേറ്റിംഗ് ഓൺ ഡിഫറെൻറ്റ് പ്ലെയിൻസ്. ഓക്കെ.